ഹലോ ഗൈസ്, എല്ലാവർക്കും 100 മാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമേൻ്റെ ടീസർ റിയാക്ഷൻ ആയിട്ടാണ്. മറ്റേതുമല്ല, നമ്മുടെ പെപ്പേൻ്റെ പുതിയ സിനിമയായ ദാവി. അത് ഡയറക്റ്റ് നമുക്കത് പോയി റിയാക്ട് ചെയ്യാം. അതിനകത്ത് പെപ്പയുണ്ട്, സൈജു കുറുപ്പുണ്ട്, ലിജോ മോൾ, ജയരാഘവൻ, കുറേ വലിയ താരം കാര്യങ്ങളൊക്കെ ഇനി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ടീസറും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീസർ ഡയറക്റ്റ് നേരെ പോയിട്ട് റിയാക്ട് ചെയ്യാം. ക്രിസ്തുവിന് 300 വർഷം മുമ്പ് പാലസ്തീനിൽ ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു, ഗോലിയാത്ത്. ആയോധന കലകളിൽ അതിസമർത്ഥനായിരുന്ന അയാൾ സകല രാജ്യങ്ങളും കീഴടക്കിയ ശേഷം ഇസ്രായേലിന്റെ അതിർത്തിയിലും എത്തി. രാജ്യം വിട്ടു നൽകി അടിയറവ് പറയാത്ത രാജാവിനോട് അയാൾ യുദ്ധം പ്രഖ്യാപിച്ചു. ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബോക്സിംഗ് റിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു ഇനാഗുറേഷൻ പരിപാടീൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് ഒരു കാറ് വരുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇനാഗുറേഷന് വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിജയരാഘവനാണ് ഇവരുടെ ഗുരു. അപ്പോൾ ഗുരുവായിട്ട് വിജയരാഘവൻ അവിടെ റിങ്ങിൻ്റെ ആ സൈഡിലായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ലിജോ മോൾ എന്തോ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്മൾ സൈജു കുറുപ്പിൻ്റെ ഒരു വേറൊരു ലുക്കിനകത്ത് നമുക്ക് കാണിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് എന്താണെന്ന് നോക്കാം. I can see the fear in their eyes. നമ്മളിടിച്ച് ഷേപ്പ് മാറ്റുന്നൊക്കെ വെറുതെ പറയാറുള്ളൂ. അവനത് ചെയ്യണോനാ. പെപ്പേൻ്റെ ഒരു ബാക്ക് ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് അടിപൊളി ഒരു പൊസിഷനിൽ കിടിലനായിട്ടൊരു ക്രാഫ്റ്റ് തന്നെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബോക്സിങ് ഇടിച്ച് മുഖമൊക്കെ ഇങ്ങനെ പഴുപ്പിക്ക് പോകാത്ത കുറേ എണ്ണത്തിനെ കാണിച്ചു ഫോട്ടോസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ ഇത് ജസ്റ്റിൻ വർഗീസിൻ്റെയാണ് ഇൻഡപ്സിക്കലി വരുന്നത്. വേറെ ലെവലായിരിക്കും. തന്റെ ഭീഷണി പറഞ്ഞവസാനിപ്പിച്ച് തിരിഞ്ഞ ഗോലിയാത്തിന്റെ നെറുകയിൽ ദാവീദിന്റെ കവണയിൽ നിന്നും ഒരു കല്ല് വന്ന് പതിച്ചു. നേരത്തെ നമ്മൾ നെയിം കാർഡ് കണ്ടതുപോലെ ഇതിനകത്ത് ആൻ്റണി വർഗീസിൻ്റെ പേര് ആഷിഖ് അബു എന്നാണ്. ഒരു ഹുക്ക്, ഒരു ജാബ്, അതിലും തീർന്നില്ലേ ഒരു അപ്പക്കട്ട്. അവസാനത്തെ അപ്പം ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലായിരുന്നു ഒരു ഇനാഗുറേഷൻ പരിപാടി. അപ്പോൾ അതുപോലെ തന്നെ അവൻ്റെ ബോഡി ഗാർഡായിട്ടെങ്ങാണ്ടാണ് ഇതിനകത്ത് ഫസ്റ്റ് പെപ്പേനെ വിളിക്കാൻ വേണ്ടി ചെല്ലുന്നത്. ലാസ്റ്റത്തെ സീൻ കാണുമ്പോൾ മനസ്സിലാവും ബോഡി ഗാർഡാണ്. വേറൊരു ആക്ട്രസിൻ്റെ കൂട്ടത്തിൽ ഇനാഗുറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബോഡി ഗാർഡായിട്ട് എന്നിട്ട് അവിടെ എന്തോ പ്രശ്നമുണ്ടായി. അതിന് കൊടുക്കേണ്ട വരുന്ന വില ആ പുതിയ കടേൻ്റെ ഫ്രണ്ടിലത്തെ ചില്ല് അടിച്ച് തൂക്കി. എൻ്റെ മോനെ കിടക്കാച്ചിട്ടി ഇങ്ങനെ പിടിച്ചിട്ട് വേരിട്ടി. ആ കൊച്ചിൻ്റെ വേറെ ഡയലോഗ് ഡെലിവറി എന്താ അത്, എന്ത് കിട്ടില്ലനായിട്ട് അത് പറഞ്ഞ താഴ്ന്നൊരു കുത്ത്. എൻ്റെ മോനെ വേറെ ലെവൽ സാധനം തന്നെ, വേറെ ലെവൽ സാധനം. കോമ്പിനേഷൻ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഡെയിലി. എൻ്റെ മോനെ കിടുക്കാച്ചി ഒരു ടീച്ചറായിരുന്നത്. 1.5 മിനിറ്റ് സാധനമുള്ളൂ, പക്ഷേങ്കിൽ തീപ്പൊരി ഐറ്റം, തീപ്പൊരി. ഇത് പെപ്പേൻ്റെ വേറൊരു സാധനം. RDXന് ശേഷം ഇങ്ങനെ ഒരു അട്ടി മാസമായിരിക്കും. പെപ്പേൻ്റെ ഒരു ഇട്ടി എന്നൊക്കെ പറഞ്ഞാൽ കിണ്ണം കാച്ചി ഇട്ടിയായിരിക്കും. അങ്ങനത്തെ കൊടുക്കണ്ട. ലാസ്റ്റത്തെ പഞ്ചന നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു ഫീല് നമുക്ക് കിട്ടും. നമ്മൾ ഇട്ടിക്കുന്ന ആ ഒരു പവറിൽ ഇങ്ങനെ കിട്ടുന്നൊരു സംഭവം വരും നമുക്ക്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഒരു ഇനാഗുറേഷനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ബോഡി ഗാർഡായിട്ടാണ് ഇതിനകത്ത് പെപ്പ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ പഴയൊരു ബോക്സറോ അല്ലെങ്കിൽ ഇനി കാലങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നിർത്തിപ്പോയിട്ട് പിന്നെ തിരിച്ച് ബോക്സിങ്ങിലേക്ക് വന്ന ഒരു ക്യാരക്ടറായിട്ടോ ആയിരിക്കാം ഇതിനകത്ത് പെപ്പ വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതായത് സൈജു കുറുപ്പ് ഒരു
ഫാമിലി മാനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ ഒരു വേറൊരു മൂഡിലായിരിക്കും, വേറെ ഒരു ഇമോഷൻ ടച്ചൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും. അത് ജോമോളുടെ ക്യാരക്ടർ നമുക്ക് ഒരു വീട്ടിലിരിക്കുന്ന ഒരു സീനാണ് കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ബാക്കി അങ്ങോട്ടേക്ക് വരുന്നത് നടത്തില്ല വരുന്നത്. ഒരു വിജയരാഘവനാണ് ഇവരുടെ കോച്ചായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അടിപൊളിയാണ്. ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.